നമസ്കാരം. ആ എത്തിയോ? ഇരിക്കേ. കൃത്യസമയത്ത് തന്നെ വരുന്ന ആളാണല്ലോ. ഇന്നെന്ത് പറ്റി? എന്റെ കൃത്യതയ്ക്കൊന്നും മാറ്റം വന്നിട്ടില്ല. വരുന്ന വഴിക്ക് ആ കാർ ഒരു കല്ലിലിടിച്ച് 1/2 മണിക്കൂറാ പോയി. അതെയോ? ഇറങ്ങി നോക്കിയപ്പോഴാ താൻ പണ്ട് മന്ത്രിയായിരുന്നപ്പോ പാലം പണിയാൻ കൊണ്ടിട്ട കല്ല. ഒന്നുകിൽ താൻ അവിടെ എന്തെങ്കിലും പണിത് വെയ്, ഇല്ലേ ആ കല്ലൊന്ന് എടുത്ത് മാറ്റ്. വെറുതെ അപകടം വരുത്തി വെച്ച് രക്തസാക്ഷികളെ സൃഷ്ടിക്കണ്ട. രക്തസാക്ഷികളെ കിട്ടാൻ വേണ്ടി ഓടി നടക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെയല്ലേ? മുഖ്യമന്ത്രി ആയ ശേഷം തനിക്ക് അല്പ ഹ്യൂമർ സെൻസ് കൂടുന്നുണ്ട്. ആഹാ, പിടിച്ചു നിൽക്കണ്ടേടോ. കുടിക്കാൻ ചായയോ കാപ്പിയോ? എടോ, 1/2 മണി കൊലക്കേസ് എന്ന് പറഞ്ഞ തന്റെ IPS ഓഫീസർ എന്ത് വിവരക്കേടായി കാണിക്കുന്നത്? ദേവദാസ് എന്ത് ചെയ്തു എന്നാ താനീ പറയുന്നത്? എന്റെയും തന്റെയും പുറകുള്ള ജനമെന്ന് പറയുന്നത് പാവപ്പെട്ടവരും പട്ടിണി പാവങ്ങളുമാണ്. പക്ഷെ തന്നെ അധികാരത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് സമുദായ പ്രമാണിമാരും കരപ്രമാണിമാരുമാണ്. വെറുതെ ഇൻവെസ്റ്റിഗേഷൻ എന്ന പേരും പറഞ്ഞ് അവരെ തോണ്ടാൻ നടക്കണ്ട. പിന്നെ അവരാരും വെറുതെ ഇരിക്കുമെന്നും കരുതണ്ട. അവിടുത്തെ ഒരു കരപ്രമാണി ഇടമറ്റം മത്തായിച്ചനെയാ തന്റെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്നും പറഞ്ഞ് പൊക്കിയിരിക്കുന്നത്. ഓ, അതാണോ കാര്യം? ദേവദാസിനെ എനിക്ക് തികഞ്ഞ വിശ്വാസമാണ്. അയാൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ല. ഓഹോ, നമ്മുടെ നാടിന്റെ കുഴപ്പം ഇതൊക്കെ തന്നെയാ സഖാവേ. തലമുതിർന്ന ഏതെങ്കിലും നേതാവിന്റെ ഒരു ഫോൺ കോൾ മതി ഏത് പ്രതിയെയും കസ്റ്റഡിയിൽ നിന്ന് ചാടിക്കാൻ. പ്ലീസ്, താനായിട്ട് അങ്ങനെ ഒരു കാര്യത്തിന് എന്നെ നിർബന്ധിക്കരുത്. പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്താണെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യേ. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ധൃതി വെക്കാതെടോ. എന്താന്ന് വെച്ചാൽ നമുക്ക് ആലോചിച്ച് ചെയ്യാം. അയാളെ അങ്ങ് പറഞ്ഞു വിട്ടാര്. അല്ല സാർ, ഇത്ര പെട്ടെന്ന്? മുകളിൽ നിന്നുള്ള ഓർഡറാ, കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മത്തായി നാട്ടുകാരുടെ കാണപ്പെട്ട ദൈവമാണ്. കസ്റ്റഡിയിൽ വെച്ച സുനാമി വരും അത്രേ. അന്നേ ഞാൻ CM-നോട് പറഞ്ഞതാ ഇവന്മാരൊക്കെ കൈകടത്തുമെന്ന്. ഏതായാലും താനയാളെ വിട്ടാര്. ഓക്കെ സാർ. അതെ സാർ, ഇപ്പൊ വിട്ടാ അനുയായികളുടെ ആവേശം കൂടും. രാത്രി വിട്ടാ മതി സാർ. പോലീസ് കൊന്നു കൊണ്ടിട്ടതാവും. ഇന്നലെ രാവിലെ മത്തായി മുതലാളിയെ കസ്റ്റഡിയിലെടുത്തത്. ഇത് ഉരുട്ടിക്കൊല തന്നെ. എന്ത് നിയമം വന്നാൽ ഇവന്മാർ ഉരുട്ടലൊന്നും നിർത്താൻ പോണില്ല. എല്ലാവർക്കും വലിയ ഉപകാരമായിരുന്നു. ആര് സങ്കടം പറഞ്ഞാലും മത്തായി സാറ് സഹായിക്കാതിരിക്കില്ല. നമ്മള് മത്തായെ കസ്റ്റഡിയിൽ എടുത്തറിഞ്ഞ് അയാളുടെ ശത്രുക്കൾ ആരെ ചെയ്താണ് സാറേ കൊലപാതകം? ഇന്നലെ 11 മണിക്ക് ശേഷം സാറ് തന്നെയല്ലേ അയാളെ പറഞ്ഞു വിട്ടത്. അപ്പൊ അതിനുശേഷമായിരിക്കണം കൊല നടന്നിട്ടുള്ളത്. എനിക്ക് അയാളുടെ ബോഡി ഒന്ന് കാണണം. വേണ്ട സാർ, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ആളുകൾ വയലന്റ് ആയിരിക്കുക. നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ട് നമ്മളൊന്നും ചെയ്തില്ലല്ലോ. ഇല്ല. നിങ്ങളെല്ലാരും ഉണ്ടായിരുന്നല്ലേ? സത്യം എന്താണെന്ന് നമുക്കെല്ലാം അറിയൂ സാർ. ജനങ്ങളത് വിശ്വസിക്കണമെന്നില്ല. അവരുടെ മനസ്സിൽ പോലീസിനെ കുറിച്ചുള്ള ചിത്രം ഇപ്പൊ അതാണ് സാർ. ഇപ്പൊ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ജനങ്ങളിൽ നിന്ന് പ്രകോപനപരമായ എന്തെങ്കിലും ഉണ്ടായി ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വന്നാൽ പിന്നെ നമ്മൾ അതിന് സമാനം പറയേണ്ടി വരും. പ്ലീസ്. എന്തൊക്കെയാണോ തന്റെ പോലീസിനെ പറ്റി ആളുകൾ പറയുന്നത്? ലോക്കപ്പ് വേണ്ട ഹോൾസെയിലായിട്ട് ഏറ്റെടുത്തിരിക്കാൻ അന്നേ തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ പോക്കത്ര ശരിയല്ലെന്ന്. ഇപ്പൊ തന്നെ എന്താ നടന്നത്? പൊതുക്കാര്യ പ്രസക്തനായ ഇടമറ്റം മത്തായിയെ ലോക്കപ്പിലിട്ട് പോലീസ് അടിച്ച് മർദ്ദിച്ച് കൊന്നിരിക്കുന്നു. ഞാനിപ്പോ അദ്ദേഹത്തിന് ശവസംസ്കാര കർമ്മം കഴിഞ്ഞ് വരികയാ. അവിടെ ജനങ്ങൾ എന്താ പറയുന്നത്? എങ്ങനെ പറയാതിരിക്കും? സമൂഹത്തിൽ നിലയും വിലയുള്ളവന്റെ ഗതി ഇതാണെങ്കിൽ പിന്നെ നിങ്ങളുടെ മരണത്തിന് ഈ പാവപ്പെട്ടവന്റെ ഗതി എന്താ? മത്തായിയുടെ മരണം ലോകപ്രദന മൂലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വെറുതെ ഊഹാപോഹങ്ങൾ കേട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് കഴിയില്ലടോ. അത് കൊള്ളാം. താൻ അങ്ങനെയേ പറയൂ. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാൻ കഴിയൂ. ഇതിനു മുമ്പ് ആരോട് വിധേയനായ ദേവദാസ് അടിയോടിയെ താനിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യം എന്താ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ദേവദാസിനെ എനിക്ക് നന്നായി അറിയാം. എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ എന്നോട് തുറന്നു പറയാതിരിക്കില്ല. ഹീ ഈസ് സിൻസിയർ. ആഹാ, കൊള്ളാം. ഇങ്ങനെയുള്ള തന്നെ തെറ്റായ സമീപനമാണ് പോലീസിനെ ഇത്ര വഷളാക്കിയിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം. തന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണെന്ന് കണക്കാക്കിക്കോ. സത്യം എനിക്കും തനിക്കും ജനങ്ങൾക്കും അറിയില്ല. നമ്മൾ രണ്ടുപേരും അറിയണമെന്ന് വെച്ചാലും മൂന്നാമത് പറഞ്ഞില്ലേ ജനങ്ങൾ, അവര് സമ്മതിക്കൂല. അവരിളകിയാലുണ്ടല്ലോ തന്റെ ഈ കസേര കാണൂല. ആ പത്രം ഇങ്ങോട്ട് തന്നടോ. ഇതൊന്നും വായിക്കാൻ ഇപ്പൊ സമയം കിട്ടാറില്ല. ഓട്ടത്തോട് ഓട്ടം തന്നെയല്ലേ.
മാതൃകാ ഫൈനാൻസ് ഉടമ ഇടമറ്റം മത്തായി പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു. ഈ സാറിനെ ഞാൻ ഇന്നലെ രാത്രി കണ്ടതാണല്ലോ. എവിടെ വെച്ച്? എന്റെ വണ്ടിയിൽ ഇന്നലെ വീട്ടിൽ കൊണ്ട് വിട്ടത്. ഇയാളെങ്ങനെ പോലീസ് കസ്റ്റഡിയിലായി? വലിയ വലിയ ആൾക്കാരല്ലേ, വല്ല കള്ളക്കെടുത്തോ മയക്കുമരുന്ന് ഇടപാടൊക്കെ കാണും. പോലീസ് പിടിച്ചങ്ങ് ശരിക്ക് പെരുമാറിയപ്പോൾ ആളങ്ങ് പടിയായി. അല്ലേലും പോലീസിന് ഇപ്പൊ ഇതൊക്കെ തന്നെയാ പണി. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് കുമാർ, വരൂ. സാർ, ഇദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറാണ്. വർക്ക്ഷോപ്പിൽ നമ്മുടെ കാർ റിപ്പയർ ചെയ്യാൻ പോയപ്പോൾ കണ്ടതാ. മരിച്ച മത്തായെ ഈ ഡ്രൈവർ സംഭവ ദിവസം രാത്രി എയർപോർട്ടിൽ നിന്നും വീട്ടിൽ കൊണ്ടുപോയി വിട്ടിരുന്ന അത്രേ. അകത്തേക്ക് വരൂ. എത്ര മണിക്കാണ് നിങ്ങൾ മത്തായിയെ എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവിട്ടത്? ഏകദേശം 10 മണിയായി കാണും സാർ. അതെങ്ങനെയാ? 10 മണിക്ക് അയാൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. 11 മണിക്കാണ് അയാളെ വിട്ടത്. ഇയാൾക്ക് ആള് മാറിപ്പോയി കാണും. ഇല്ല സാറേ, മത്തായി സാറിന് എനിക്കറിയാവുന്നല്ലേ. നീ കാണുമ്പോ അയാളുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല സാർ, തനിച്ചായിരുന്നു. വീട്ടിൽ ചെന്ന് ലഗേജ് വരെ ഇറക്കി കൊടുത്തത് ഞാനാ. അപ്പൊ വീട്ടിലാരും ഉണ്ടായിരുന്നില്ലേ? അന്നേരം ആരെയും കണ്ടില്ല. ബാഗുകൾ ഇറക്കി വെച്ച് വണ്ടി തിരിച്ചു പോരാൻ നേരം ആ വർക്കി സാർ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഏത് വർക്കി? മത്തായി സാറിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ആളായി വർക്കി. സാറിന്റെ വലങ്കയ്യ. പറയടാ, മത്തായിയെ കൊന്ന നീ തന്നെയല്ലേ? മത്തായിച്ചനെ ഞാൻ കൊല്ലാനോ? ഇല്ല സാർ, മത്തായിച്ചന്റെ കൂടെ പുറപ്പിനെ പോലെയാ. പിന്നെ ആരാ വന്നത്? എനിക്കറിയില്ല സാറേ. നിനക്കറിയാം, മത്തായി ഞങ്ങളുടെ കസ്റ്റഡി ഉള്ളപ്പോ അയാളുടെ രൂപസാദൃശ്യമുള്ള ഒരാൾ മത്തായിയുടെ വീട്ടിൽ വന്നിരുന്നു. അയാൾ ആരാ? അത് മത്തായിച്ചന്റെ ബ്രദർ ഫാദർ ജെയിംസ് ആണ് സാർ. അവർ ട്വിൻസാ. വർഷങ്ങളായിട്ട് ഫാദർ അമേരിക്കയിലാണ് താമസിക്കുന്നത്. സത്യം പറയടാ, അങ്ങനെ ഒരു ബ്രദർ ഉണ്ടോ മത്തായിക്ക്? ഉണ്ട് സാർ. ഫാദർ ജെയിംസ് വന്നപ്പോ നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഞാൻ മത്തായിച്ചന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാ ഫാദർ ടാക്സിയിൽ വന്നിറങ്ങുന്നത്. 2 വാക്ക് കുശലവും പറഞ്ഞ് ഞാൻ അപ്പം തന്നെ പോവുകയും ചെയ്തു. പിന്നെ ഞാൻ അറിയുന്നത് പിറ്റേ ദിവസം രാവിലെ മത്തായിച്ചൻ മരിച്ചതായിട്ടാ. മത്തായി മരിച്ചിട്ട് ഫ്യൂണറലിലൊന്നും ഫാദർ ജെയിംസിനെ കണ്ടില്ലല്ലോ. ഫാദർ വന്ന ഉടനെ തന്നെ മടങ്ങിപ്പോയി. നിന്റെ പ്രസന്റേഷൻ നന്നായിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് 10-22 മണിക്കൂർ യാത്ര ചെയ്ത് തളർന്ന അവശനായി വീട്ടിലെത്തിയ ഒരാള് ഉടനെ തന്നെ വീണ്ടും യാത്രയാവുക. പറയുന്ന കണക്കം കൊണ്ട് ടാലിയാവുന്നില്ലല്ലോ മിസ്റ്റർ ഐക്യവർക്കി. അത് പോട്ടെ നൗഷാദേ, അഥവാ യാത്ര പോയെന്ന് തന്നെ വെച്ചു. സ്വന്തം സഹോദരൻ മരിച്ചു എന്നറിഞ്ഞ് ഒരു നോക്ക് കാണാനെങ്കിലും ഈ പറഞ്ഞ ഫാദർ ജെയിംസ് വന്നില്ലല്ലോ. എന്തുകൊണ്ട് വന്നില്ല? അതെനിക്കറിയില്ല സാർ. നിനക്കെല്ലാം അറിയാം. മത്തായിയുടെ മരണം, ചാക്കോയുടെയും കുടുംബത്തിന്റെയും കൊലപാതകം നിനക്കെല്ലാം അറിയാം. ഇനിയൊന്നും നീ മറയ്ക്കാൻ ശ്രമിക്കണ്ട. സത്യം പറഞ്ഞില്ലെങ്കിൽ ജീവനോടെ പുറത്തു പോകില്ല. ഇല്ല സാർ, എനിക്കൊന്നും അറിയില്ല സാർ. സത്യമാണ് ഞാൻ പറയുന്നത്. ചാക്കോടെയും കുടുംബത്തിന്റെ കൊലപാതകത്തിന് രക്ഷപ്പെടാൻ നിനക്ക് മറ്റൊരു കൊലപാതകം കൂടെ നടത്തേണ്ടി വന്നു അല്ലേ? അയ്യോ സാർ, മത്തായിച്ചനെ ഞാൻ കൊന്നിട്ടില്ല. അപ്പൊ ചാക്കോയുടെ കുടുംബത്തെ നീയാണ് കൊന്നത് അല്ലേ? നൗഷാദ്, അയ്യോ വേണ്ട സാർ. അയ്യോ വേണ്ട സാർ, എനിക്കറിയില്ല. വേണ്ട സാർ. അയ്യോ വേണ്ട. എനിക്കല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല സാർ. അറിയില്ല സാർ, അറിയില്ല. ഞാൻ പറയാം. ചാക്കോച്ചന്റെ വീടും പറമ്പും രജിസ്റ്റർ ചെയ്തതിന്റെ പിറ്റേ ദിവസം. ചാക്കോച്ചാൻ ഇതിപ്പോ ഒരു അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാ രജിസ്റ്റർ ഓഫീസിൽ പോലും പോകാതെ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് വെച്ച് പണം തരുന്നത്. എടാ ബാക്കി നീ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. കുന്നത്ത് വീട്ടിൽ ചാക്കോ ജോസഫ് എന്ന ചാക്കോ മേസ്ത്രിയായ ഞാൻ എന്റെ സ്വന്തം പേരിലുള്ള 1 ഏക്കർ 38 സെന്റ് സ്ഥലവും വീടും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരവും അനന്തരാവകാശികളായ ഭാര്യ ത്രേസ്യാമ്മ, മക്കളായ ട്രീസ, റോസ്മേരി എന്നിവരുടെ പൂർണ്ണ സമ്മതത്തോടെയും ഐക്യര വീട്ടിൽ വർക്കി തോമസ് എന്ന ഐക്യര വർക്കിയുടെ കയ്യിൽ നിന്നും 2006 നവംബർ മാസം 7-ാം തീയതി 8 ലക്ഷം രൂപ കൈപ്പറ്റി ടിയാന് സകല അവകാശങ്ങളും വിട്ടുകൊടുത്തിരിക്കുന്നതായും മേലിൽ ആവശ്യമായി വരുന്ന എല്ലാ നിയമ നടപടികൾക്കും ഈ രേഖ ഉപയോഗിക്കുന്നതിൽ എനിക്കോ എന്റെ അനന്തരാവകാശിക്കോ യാതൊരുവിധ എതിർപ്പുമില്ലെന്നും സമ്മതിച്ചുകൊള്ളുകയും ചെയ്യുന്നു എന്ന് ചാക്കോ ജോസഫ്, ത്രേസ്യാമ്മ ചാക്കോ, ട്രീസ ജോണിക്കുട്ടി, റോസ്മേരി ചാക്കോ.
ആ ചാക്കോച്ചായ കേട്ടല്ലോ. ഇനി നിങ്ങൾ എല്ലാരും ഇതിലോട്ടൊന്ന് ഒപ്പ് വെച്ചാട്ടെ. ദാ. ആ, അവിടെ ശരി. ദേ ഒപ്പിട്. മോളെ ദേ ഒപ്പിട്. പത്തനംതിട്ടയിൽ ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒത്തു വന്നാൽ ഇന്ന് തന്നെ അഡ്വാൻസ് കൊടുക്കായിരുന്നു. അതുകൊണ്ട് പണം തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഉടനെ തന്നെ പോകായിരുന്നു. വൈകിയാ വണ്ടിയും കിട്ടത്തില്ല. സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വാക്കാളെ നിങ്ങൾ ഉറപ്പിച്ചോ? പണം ഇപ്പൊ കൊടുക്കണമെന്നില്ലല്ലോ. അത് പിന്നെ മത്തായിച്ചൻ അറിയാമല്ലോ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ. സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തില്ലേലും വേറെ കുറച്ച് അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. ആ ഉണ്ണികൃഷ്ണന് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ഒരാപത്തി സഹായിച്ചതാ. തന്നെയുമല്ല ഇവിടെ കാര്യം. ചാക്കോച്ച എന്നാ പഴമ്പുരാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ നിങ്ങളുടെ കാര്യല്ലേ. വേവോളം കാക്കാങ്കൊപ്പിന് 6 ഓണം ക്ഷമിച്ചാൽ അവരോട് കുറച്ചുകൂടെ സാവകാശം ചോദിക്കുക, അല്ല എന്നാ? എന്നാ പിന്നെ ധൃതി വെച്ച് ഇപ്പൊ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് എഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. എപ്പോഴാ മത്തായിച്ചന്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ അന്ന് രജിസ്ട്രേഷൻ നടത്തിയാ പോരായിരുന്നോ? ഒരു കാര്യം ചെയ്യും, ആ എഗ്രിമെന്റ് ഒപ്പുവെച്ച പേപ്പർ ഇങ്ങോട്ട് തന്നേരെ. എന്നിട്ട് മത്തായിച്ചന് സൗകര്യപ്പെട്ടൊരു ദിവസം വെച്ചോ. എന്നിട്ടാകാം ബാക്കി കാര്യങ്ങള്. കണ്ടോ ആളുടെ സ്വഭാവം മാറുന്ന കണ്ടോ? എന്നാ ചാക്കോച്ച ഒരു വിശ്വാസക്കേട് മാറി. ഈ പേപ്പർ ഞങ്ങളുടെ ഇരുന്നുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. അത് പറ്റില്ല മത്തായിച്ച. ഉള്ള കാര്യം പറയാമല്ലോ. മത്തായിച്ചന് സൗകര്യമുള്ള നേരം വരെ നോക്കിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. വേറെ ഇടപാടുകാരെങ്കിലും ഉണ്ടോന്ന് നോക്കണം. എന്റെ അവസ്ഥ അങ്ങനെ. അതുകൊണ്ട് ആ പേപ്പർ ഇങ്ങ് തന്നെ. വെറുതെ ഒച്ചപ്പാട് ബലം ഉണ്ടാക്കല്ലേ. വാക്കാ പറഞ്ഞ വിശ്വാസമല്ലേ വേണ്ട. എഗ്രിമെന്റ് തൽക്കാലം തരത്തില്ല. ഒരുമാതിരി തന്തയിലൊഴി കാണിക്കരുത്. തരാനല്ലേ പറഞ്ഞു. ട്രേസിയും റോസ്മേരിയും കൊല്ലാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. പക്ഷെ അവർ ജീവിച്ചിരുന്ന ഞങ്ങൾ ജയിലിൽ പോകേണ്ടി വരുമെന്ന ഭയം കൊണ്ടാ അവരെയും കൊല്ലേണ്ടി വന്നത്. എന്നിട്ട് ആ ഡെഡ് ബോഡികൾ കൊക്കയിൽ കൊണ്ടിട്ടതാരാ? ഞങ്ങളാണ് സാർ. എന്ത് ചെയ്യണമെന്നറിയാതെ പാതിരാത്രി വരെ ഞങ്ങൾ അവിടെ തന്നെ കഴിച്ചുകൂട്ടി. പിന്നീട് ഞങ്ങൾക്ക് തോന്നിയ ബുദ്ധിയാണ് KK റോഡിലുള്ള ആനമുടി കൊക്കയിൽ കൊണ്ട് ഈ ബോഡി ഉപേക്ഷിക്കുകയാണ്. അപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കൊന്നതും നീയും മത്തായും കൂടെയാണല്ലടാ? ഞാനല്ല സാർ. ഈ കേസ് അന്വേഷിക്കാൻ സാറ് വരുമെന്ന് അറിഞ്ഞപ്പോ സാറിനെ അപായപ്പെടുത്താൻ ഗുണ്ടകളെ വിട്ടത് മത്തായിച്ചനാ. അപ്പൊ മത്തായച്ചനെ തല്ലിക്കൊന്ന് പോലീസ് സ്റ്റേഷനിലെ കുറ്റിക്കാട്ടി കൊണ്ടിട്ടത് ആരാണ്? എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ സാർ. മത്തായച്ചനെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. ഫാദർ ജെയിംസ് ഇപ്പൊ എവിടെ ഉണ്ട്? അതെനിക്കറിയില്ല. മത്തായിയുടെ ഭാര്യയില്ലേ? ഉണ്ട് സാർ. ഒന്ന് വിളിക്കണം. നിങ്ങളുടെ ഭർത്താവിന്റെ മരണത്തെക്കുറിച്ച് ചില വിവരങ്ങൾ അറിയാനാണ് ഞങ്ങൾ വന്നത്. മത്തായി ലോക്കപ്പ് മർദ്ദനം മൂലമാണ് മരിച്ചതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ടെൽമി, എന്താണെന്നും പറയാത്തത്? മത്തായിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം ഞങ്ങൾ ദേഹോപദ്രവം ഒന്നും ചെയ്തിട്ടില്ല. രാത്രി ഏകദേശം 11 മണിയോടെ ഞാനാണ് അയാളെ ലോക്കപ്പിൽ നിന്ന് പറഞ്ഞു വിട്ടത്. അവിടുന്ന് മത്തായി നേരെ ഇങ്ങോട്ടല്ലേ വന്നത്? അതെ. മത്തായി വരുമ്പോ അയാളുടെ ട്വിൻ ബ്രദർ ഫാദർ ജെയിംസ് കൂടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അവർ തമ്മിൽ കണ്ടിരുന്നോ? എന്താണ് അവർ സംസാരിച്ചത്? അവർ തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു? ഐ മീൻ, ഫാദർ ജെയിംസ് മത്തായിക്ക് അമേരിക്കയിൽ നിന്ന് പണം അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പോ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് സംസാരിച്ച് അവർ തമ്മിൽ തെറ്റിയല്ലേ? പറയൂ, അതിനുശേഷം എന്താ ഉണ്ടായത്? കമോൺ, നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്തൊക്കെ മറയ്ക്കുന്നുണ്ട്. എല്ലാ എവിഡൻസുകളായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എന്താണ് അതിന് രാത്രി സംഭവിച്ചത്? ടെൽ മീ.
അച്ഛൻ അമേരിക്കയിൽ നിന്ന് വരുന്ന കാര്യം ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ആരെയും അറിയിക്കണമെന്ന് തോന്നിയില്ല. അച്ഛനോ? ഈശോമിശിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ അച്ഛോ ഒരു വിവരം പോലും അറിയിക്കാതെ? അങ്ങനെ വരേണ്ടി വന്നു. മത്തായി ഇല്ലേ ഇവിടെ? ചെറിയൊരു പോലീസ് കേസുണ്ട്, അതിന്റെ ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുക. അപ്പോ കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷൻ വരെ എത്തി അല്ലേ? നാട്ടുകാരുടെ ഇടയിൽ പേരുണ്ടാക്കാനായി പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആയതുകൊണ്ടോ അനാഥാലയം നടത്തിയതുകൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. മനസ്സും പ്രവൃത്തിയും നന്നായിരിക്കണം. അവന്റെ ഇവിടുത്തെ സാമൂഹ്യ സേവനത്തിന്റെ കഥകളൊക്കെ തന്നെ അറിയുന്നുണ്ട്. അവനിതെന്തു ഭാവിച്ച? മോളിക്കുട്ടിക്കെങ്കിലും അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലായിക്കൂടെ? ഞാൻ എന്ത് പറയാനാച്ചോ, അനിയന്റെ സ്വഭാവം അച്ഛൻ അറിയാവുന്നല്ലേ. സ്റ്റേഷനിലെ കാര്യമൊക്കെ എന്തായി? ആ, ജെയിംസ് അച്ഛൻ വന്നിട്ടുണ്ട്. അരമനയിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുക. മുകളിലുണ്ട്. ഈശോമിശിക്ക് സ്തുതിയായി കിടച്ചു. അച്ഛൻ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുമ്പ് ഇവിടെ എത്തണമെന്ന് തോന്നി. എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ ഈ പോക്ക് എങ്ങോട്ടാ? നിനക്ക് ദൂർത്തടിച്ച് ജീവിക്കാനല്ല വിദേശത്തുള്ള എന്റെ സുഹൃത്തുക്കൾ ബിസിനസ് തുടങ്ങാൻ പണം തന്നത്. ഇത്രയും കാലമായിട്ട് 10 പൈസ പ്രോഫിറ്റ് കൊടുത്തില്ല എന്നുള്ളത് പോട്ടെ, ബാലൻസ് ഷീറ്റ് എങ്കിലും നിനക്കൊന്ന് അയച്ചു കൊടുക്കാമായിരുന്നില്ലേ? ബാലൻസ് ഷീറ്റ് അയച്ചിരുന്ന എന്നാത്തിനാ? അവർക്ക് വേണ്ടതേ പ്രോഫിറ്റാ അല്ലേ? അങ്ങനെ വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ അയച്ചു തരാൻ? ഇത്രയും നാള് ഫിനാൻസ് നടത്തിയിട്ട് പ്രോഫിറ്റ് ഒന്നും ഇല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെ കാര്യങ്ങൾ ചോദിക്കും. എങ്ങനെയാ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് എനിക്കും കർത്താവിന് മാത്രമേ അറിയൂ. പുറത്ത് കിടക്കുന്ന ആ പൈസ ഒന്ന് പിരിഞ്ഞു കിട്ടിയാ ഒന്ന് പിടിച്ചു നിൽക്കായിരുന്നു. അതെങ്ങനെയാ? ഒന്ന് മസൂൽ വിട്ട് കാണിച്ച് വാങ്ങാന്ന് വിചാരിച്ചാൽ അത് നടക്കില്ലല്ലോ. ഒരു വികാരിയുടെ കൂടെ പിറപ്പായി പോയില്ലേ? ഓഹോ, അപ്പൊ നിനക്ക് ആ വിചാരം സംസാരത്തിലെങ്കിലും ഉണ്ട്. എടാ, ഒരു സ്ഥാപനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ ഒരു ഗുണ്ടായസത്തിന്റെ ആവശ്യമില്ല. നല്ലൊരു മനസ്സും കർത്താവിന്റെ സഹായവും മാത്രം മതി. നീ ഒരു കാര്യം ചെയ്യ, ഈ ബിസിനസ്സിൽ നിനക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഇതങ്ങ് നിർത്തിയേക്ക്. ഒരു പട്ടക്കാരനും സഹോദരനും കൂടി വിദേശ മലയാളികളെ ചീറ്റ് ചെയ്തു എന്ന് പറയാൻ ഇടവന്നാൽ അവരോട് സമാധാനം പറയേണ്ടത് ഞാനാ. നിന്റെ പേരിൽ ലീഗൽ ആക്ഷൻ എടുക്കാൻ വരെ അവര് തീരുമാനിച്ചിരിക്കുക. അയ്യോ എന്റെ പൊന്നച്ചോ, വെറുതെ വരട്ടാതെ. ലീഗലായിട്ട് അവരെന്നാ പൊളുത്താനാ? ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അല്ല, ഉള്ള കാര്യം നേരെ ചോദിക്കാമല്ലോ. അവരെ ഇവരെന്തൊക്കെ വെറുതെ വഴിമാറി പറയാതെ അച്ഛൻ ഈ ബിസിനസ്സിൽ എന്നാ വേണ്ട വെച്ചാ പറ. എടാ, നന്നേ ചെറുപ്പത്തിലെ പൗരോഹിത്യം സ്വീകരിച്ച് എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചാ ഞാൻ. നിന്റെ നെറുകേടിന് കൂട്ടു നിൽക്കേണ്ടി വന്നാൽ അന്നീ ഞാൻ ഇല്ലാതാകുന്നതിന് തുല്യമാ. എനിക്കിപ്പോ ഈ നിമിഷം ഫൈനാൻസ് കമ്പനിയുടെ അക്കൗണ്ട്സ് കാണണം. എവിടെയാ അത്? അതൊന്നും ഇവിടെ ഇല്ല. അല്ലാതെ അച്ഛൻ ഒന്നും കാണുകയും വേണ്ട. കാണാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. നീ അപ്പോ ഫാദർ ജെയിംസിന്റെ കൊലപാതകം മത്തായിക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതുകൂടി നൽകി അല്ലേ? ഫാദറുമായുള്ള രൂപസാദൃശ്യം അയാൾ മുതലെടുത്തു. ഡെഡ് ബോഡിക്ക് സ്വന്തം വേഷപ്പകർച്ച നൽകി മരിച്ചത് മത്തായിയാണെന്ന് മോളിക്കുട്ടി ഒഴികെ മറ്റെല്ലാവരും അയാൾ സമർത്ഥമായി വിശ്വസിപ്പിച്ചു. ശരിയല്ലേ? അതെ. മത്തായി ഇപ്പൊ എവിടുണ്ട്? അരമനയിലേക്ക് പോയേക്കുവാ. സഭയുടെ തിരുവസ്ത്രമണിഞ്ഞ് ഫാദർ ജെയിംസ് ആയിട്ട് അല്ലേ? അരമനയിൽ ആരെ കാണാൻ വേണ്ടിയാണ് അയാൾ പോയിരിക്കുന്നത്? അതറിയില്ല. ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റില് ഓസ്ട്രേലിയക്ക് പോകുന്നു പറഞ്ഞു. ഫാദർ ജെയിംസ് ഇപ്പൊ എങ്ങോട്ടാ പോയത്? ഓസ്ട്രേലിയക്ക് എന്നാ പറഞ്ഞത്. താങ്ക്സ്. ശരി.
വികസനത്തിന്റെ പാതയിൽ പുതിയൊരു അധ്യായം കൂടി എഴുതി ചേർത്ത് അക്ഷരനഗരിയെ പുളകമണിയിച്ച് സംസ്ഥാന ടൂറിസം വാരാഘോഷം ഇതാ സമാഗമമായി. തിരുനക്കര മൈതാനിയിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാന്യനായ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അധ്യക്ഷത വഹിക്കുന്നതും ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ CKP ഉദ്ഘാടനം നിർവഹിക്കുന്നതുമാണ്. ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ PC ജോർജ് തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത് സംസാരിക്കുന്നു. ഈ മഹാസമ്മേളനം ഒരു വൻ വിജയമാക്കുവാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ചരിത്രങ്ങൾ ഉറങ്ങുന്ന തിരുനക്കര മൈതാനിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സർ, കുറെ നേരമായി ഒരു വണ്ടി നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്ന് വേഗം വിടറോ. അതയാളാ SP ദേവദാസ്. പുറകെയുണ്ട്. ഒന്ന് വേഗം വിടറോ, വേഗം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാന്യനായ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകളെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ഒന്ന് വേഗം വിടറോ. ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ CKP, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ PC ജോർജ്, ഈ ടൂറിസം വാരാഘോഷ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ TN പ്രതാപൻ, പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ, വേദിയിലെ മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെയധികം സന്തോഷത്തോടെ, ഏറെ അഭിമാനത്തോടെ ഈ ടൂറിസം വാരാഘോഷമേളയിൽ നാം എല്ലാം ഒത്തുചേരുകയാണ്. അയാൾ പുറകെ തന്നെയുണ്ട്. ഒന്ന് വേഗം വിടറോ, വേഗം. അക്ഷരവും ടൂറിസവും പകർന്നു നൽകിയ അന്താരാഷ്ട്ര പ്രശസ്തിയുടെ നടുവിൽ നിൽക്കുന്ന നാം ആതിഥേയ സംസ്കാരത്തിലും ഇന്ന് മുന്നിട്ട് നിൽക്കുന്നു. ഈ മേഖല അതിന്റെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുതിച്ചുപായുന്ന പൊതുസാഹചര്യം വളരുകയാണ്. ബ്ലേഡ് മാഫിയ പോലുള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികൾ നമ്മുടെ നാടിനെ അസമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് പലപ്പോഴും എത്തിക്കാറുണ്ട്. എന്നാൽ ഇത്തരം സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കെതിരെ നമ്മുടെ സർക്കാർ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാവുന്ന സൃഷ്ടിപരമായ വിമർശനങ്ങളും ക്രിയാത്മക നിർദ്ദേശങ്ങളും ഒരിക്കലും വിസ്മരിക്കാനാവില്ല.
നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ കപടതയുടെ കടന്നൽക്കൂടുമായി കടന്നുവരുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കെതിരെ പ്രത്യശാസ്ത്രത്തിന്റെ വ്യത്യസ്തതകൾക്കും കൊടിയുടെ നിറങ്ങൾക്കും അപ്പുറം യോജിച്ചു നിന്നുകൊണ്ട് അത്തരം ശക്തികളെ ചെറുത്ത് പരാജയപ്പെടുത്താനും വികസനത്തിന്റെ വൻ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുവാൻ നമുക്കാകെ യോജിച്ചു നിന്നുകൊണ്ട് മുന്നേറുവാനും കഴിയുക വഴി ഈ ഗവൺമെന്റ് വികസന രംഗത്ത് എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കിക്കൊണ്ട് വിജയത്തിന്റെ പാതയിലേക്ക് കുതിക്കുകയാണ്. സാമൂഹ്യനീതിയും സമഗ്ര വികസനവും ഉറപ്പാക്കി ഐശ്വര്യസമ്പൂർണമായ ഒരു കേരളം കെട്ടിപ്പടുക്കാനുള്ള ഇന്നത്തെ ഗവൺമെന്റിന്റെ പരിശ്രമങ്ങൾക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വിനയപൂർവ്വമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സംസ്ഥാന ടൂറിസം വാരാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ PC ജോർജ്, ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ശ്രീ ദേവനാരായണ സ്വാമി, മറ്റ് വിശിഷ്ട വ്യക്തികൾ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? എന്താണ് എന്താണോ താനീ കാണിക്കുന്നത്? എന്താണോ ഇത്? അരമനയിൽ തിരുമേനിമാര് തിരുവസ്ത്രം ഇട്ടോണ്ട് റോഡിൽ ഇറങ്ങി സമരത്തിലാ. ഭരണക്കാർക്കും പ്രതിപക്ഷക്കാർക്കും ഇരിക്കാൻ മേല. അപ്പോഴാ പട്ടാപ്പകൽ ഒരു വൈദികന്റെ മുതുകത്തോട് താൻ കുതിര കയറുന്നത്. എന്താ താനീ കാണിക്കുന്നത്? ഇവൻ വൈദികനൊന്നും അല്ല സാർ. എന്തൊരു പുകിലാണിത്? ഇവൻ ചത്തുപോയി എന്നും പറഞ്ഞ് സെമിത്തേരി പോയി ശവടക്കം കൂടി അനുശോചനം രേഖപ്പെടുത്തി ഞാൻ പിരിഞ്ഞതാണല്ലോ. പിന്നെ ഇവൻ ഏറ്റുവന്നോ? അത്താഴ പട്ടിണിക്കാരൻ ചാക്കോ മിസ്ത്രിയുടെ ഒരു പിടി മണ്ണിനു വേണ്ടി ഇവൻ നടത്തിയത് 4 കൊലപാതകങ്ങൾ. അത് മറയ്ക്കാൻ ഇയാൾ തന്ത്രപൂർവ്വം ഒരുക്കിയ കണിയിൽ പോലീസ് സർജൻ ഡോക്ടർ രാമചന്ദ്രന്റെ മർഡർ. ഒടുവിൽ വെട്ടിപ്പിടിച്ചെടുത്ത സാമ്രാജ്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ തന്നെ വളർത്തു വലുതാക്കിയ സ്വന്തം സഹോദരൻ ഫാദർ ജെയിംസിനെ കൂടി അതിക്രൂരമായി കൊലപ്പെടുത്തിയ പള്ളി പ്രമാണി ഇടമറ്റം മത്തായി. പരിശുദ്ധമായ തിരുവസ്ത്രം ഇട്ടുകൊണ്ടാണോ തന്റെ വേഷം കെട്ട്? അഴിക്കടോ. വേണ്ട വേണ്ട വേണ്ട, ശാന്തരാകൂ. അറസ്റ്റ് ചെയ്യും. നടക്കണ അങ്ങോട്ട്. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ ദേവദാസ്. നല്ല ഭരണകൂടമുള്ളത് കൊണ്ട് മാത്രം നാട് നന്നാവണമെന്നില്ല. ഭരണം നടത്തുന്നത് ഭരണാധികാരികളാണെങ്കിലും അത് ജനങ്ങളിൽ എത്തുന്നത് ഉദ്യോഗസ്ഥരിൽ കൂടിയാണ്. നമ്മുടെ നാടിനെ കുറിച്ച് മഹാരഥന്മാർ കണ്ട സ്വപ്നം സഫലമാകണമെങ്കിൽ ദേവദാസ് DOD പോലെയുള്ള സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇനിയും ഉണ്ടാകണം. എങ്കിലേ നമ്മുടെ നാടിനെ ചെകുത്താന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. ഇറ്റ് ഈസ് നോട്ട് ഡെവിൾസ് കൺട്രി, ഇറ്റ്സ് ഗോഡ്സ് ഓൺ കൺട്രി.